ആ തള്ള ആ മക്കളുടെ വീട്ടിൽ പോയി നിന്നാലും എന്താ ഇവിടെ വന്ന് നിന്നോണ്ട് ആ തള്ള തള്ള വരുന്നുണ്ട് കേട്ടോ. എന്തോന്ന് പറയുന്നതെന്ന് കേൾക്കാനോ നീ പറയണ്ട കേട്ടോ. എന്തോന്ന് അറിയാൻ വരുമോ പാൻ്റെ തള്ള. ഒരു വക ചെയ്യത്തുമില്ല പെണ്ണുങ്ങൾ. എന്നാൽ പാടി നമുക്ക് അകത്ത് പോയിരിക്കാം. നിനക്ക് ഞാൻ വെള്ളവും തരാം കേട്ടോ. നമുക്ക് അകത്ത് പോയിരിക്കാം. ഇവിടെ ഒന്ന് നിൽക്കുമോ? നിങ്ങൾ ടൗണ് വരെ പോവല്ലേ? എനിക്കും കൂടെ അവിടെ നിങ്ങളുടെ കൂടെ ഒന്ന് വരാനയച്ച് സാധനം പേടിക്കാനോ എനിക്ക് ആവശ്യത്തിന്. ഞാനും കൂടെ ഒന്ന് വരട്ടെ. ഒന്ന് വേണ്ട വേണ്ട മോനെ, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ വരുന്നില്ല കേട്ടോ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. ഉണങ്ങിപ്പോയി വെയിലായിട്ട് കേട്ടോ. എന്തൊക്കെ ഒഴിക്കണം, നമുക്ക് വന്നിട്ട് ഒഴിക്കണം. എന്ത് പറ്റിയെന്തോ. നിങ്ങളെവിടെ പോകാനാണ് വരുന്നത്? നിങ്ങളൊന്നും വരികയൊന്നും വേണ്ട. ഇവിടെ അങ്ങനെ ഇരുന്നാൽ മതി. മോനെ കേട്ടോ. ഇനി അതിൻ്റെ ഞങ്ങളുടെ പുറകെ ഇനി വരുക. അതെ, ഓട്ടോയൊന്നും വിളിക്കണ്ട. അത് പറഞ്ഞിട്ട് നമുക്ക് നടന്നു പോയാൽ മതി. പിന്നെ അവരും കൂടെ ഇറങ്ങിയിരിക്കുന്നു. കുരിശായിപ്പോയി. നോക്കും മോളെ, ഞങ്ങൾ ഫോട്ടോ എടുക്കാം. ഞങ്ങളുടെ കുടുംബ ഫോട്ടോ. അതിന് നിങ്ങളെന്തിനാണ് വരുന്നത്? ഞങ്ങളുടെ കുടുംബ ഫോട്ടോ എടുക്കുമല്ലോ. എന്നാൽ നിങ്ങൾ തന്നെ എടുത്തു കൊടുക്കും. വാടി ഇങ്ങോട്ട്, നമുക്ക് വാ, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. മോളെ, എൻ്റെ ഫോട്ടോയും കൂടെ ഒന്ന് എടുത്തതാ മോളെ. വേണ്ട വേണ്ട, ഞാൻ ഫോട്ടോ എടുക്കാം. സ്മൈൽ. ജീവിതത്തിൻ്റെ അവസാനത്ത് എത്തുമ്പോഴേ മക്കളോടൊപ്പം ജീവിക്കാൻ മോഹിക്കരുത്. അവർ നമ്മളെ സ്നേഹിക്കത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലേ ആരും നമ്മളെ സ്നേഹിക്കത്തില്ല. നമ്മുടെ വീട് സ്വത്തുക്കളൊന്നും മക്കൾക്ക് എഴുതി കൊടുക്കരുത്. ഒന്നും നമ്മുടെ ഇല്ലെങ്കിൽ അവർ ആരും നമ്മളെ സ്നേഹിക്കത്തില്ല. നമുക്കെങ്ങും ഇറങ്ങി പോകാനൊരു സ്ഥലവുമില്ല. നമ്മളെ ഉപേക്ഷിക്കപ്പെട്ടവരാവിപ്പോൾ എന്ത് ചെയ്യാൻ? നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നോളെ. നമ്മൾക്ക് ആരുമില്ല. ഈ കൊച്ചെവിടെ പോയി? ഈ മോളെ, നീ ഒറ്റയ്ക്ക് എവിടെ പോവാ? വാ, ഇനി ഓടി വാ. നീ പോരെ, നീ വാ, ഓടി വാ. നല്ലൊരു അമ്മയായിരുന്നു, പാവമായിരുന്നു. എന്തോ ചെയ്യാതെ ഇത്രയും പെട്ടെന്ന് വിട്ടുപോകുമെന്ന് വിചാരിച്ചില്ല.